കുറേ നാളിന് ശേഷം നമ്മുടെ കൂട്ടുകാരൻ രാജ്മോഹൻ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. രാജ്മോഹൻ വന്നത് ഒരു പരാതി പറയാനായിട്ടാണ്. രാജ്മോഹൻ പറഞ്ഞിട്ടുള്ള പരാതി എന്താണെന്ന് വെച്ചാൽ, ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള രാജ്മോഹൻ കുറേ നാളായിട്ട് സേവും ചെയ്യും, ഇൻവെസ്റ്റൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാനങ്ങ് പച്ച പിടിക്കുന്നില്ല. അതേസമയം അപ്പുറത്ത് ഡുണ്ടുമോള് ഒരു അപ്പർ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളായിരുന്നു. ഇപ്പോൾ അവർ ഭയങ്കര വലിയ വെൽത്ത് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രാജ്മോഹനും ഡുണ്ടുമോളും ഏകദേശം ഒരേ രീതിയിൽ തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നാണ് രാജ്മോഹൻ കരുതിയത്. പക്ഷേ ആക്ച്വലി രാജ്മോഹനും ഡുണ്ടുമോളും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത് എന്നുള്ളത് രാജ്മോഹൻ അറിയില്ലായിരുന്നു. അപ്പോൾ അത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ നിങ്ങൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് വെൽത്ത് ബിൽഡ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. ഞാൻ സുബീഷാണ്. റുപ്പിമംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമംഗ് എന്ന് പറഞ്ഞ വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. നമ്മുടെ സുഹൃത്തായിട്ടുള്ള രാജ്മോഹൻ ഉള്ള പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഇല്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. വളരെ റാൻഡം ആയിട്ടാണ് നിക്ഷേപിക്കുന്നത്. ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 സ്റ്റോക്കിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഉണ്ടാവുന്ന സമയത്ത് ആ 10 സ്റ്റോക്കിൽ അങ്ങ് പൈസ ഇടും. ആരെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ടിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ആ മ്യൂച്വൽ ഫണ്ടിൽ കുറച്ച് എമൗണ്ട് ഇടും. വേറെ ആരെങ്കിലും ഒരു ബോണ്ടിൽ കുറച്ച് എമൗണ്ട് ഇടണം എന്ന് പറഞ്ഞാൽ ആ ബോണ്ടിൽ കൊണ്ടിടും. പക്ഷെ ഇതൊന്നും ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള രീതിയിലല്ല ചെയ്യുന്നത്. ഫോക്കസ്ഡ് ആയിട്ടുള്ള രീതിയിലല്ല ചെയ്യുന്നത് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, അവൻ്റെ ഇൻവെസ്റ്റ്മെന്റുകൾ പല സ്ഥലങ്ങളിലായിട്ട് ചിന്നിച്ചെതറി കിടക്കുകയാണ്. നമ്മളൊരു ആവശ്യം എന്നാണ് വരുന്നത്, അതിന് എത്ര രൂപ വേണ്ടി വരും, അങ്ങനെ ഒരു രൂപയിലേക്ക് വരാനായിട്ട് അത് എന്തുമാത്രം വളരേണ്ടി വരും, അതിനുള്ള കൃത്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകളാണോ നടത്തുന്നത് എന്നുള്ള രീതിയിൽ ചിന്തിക്കാതെ ചുമ്മാ അങ്ങ് എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതാണ് രാജ്മോഹൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഡുണ്ടുമോൾ അങ്ങനെയല്ല. ഡുണ്ടുമോള് നമ്മളുടെ ആസ്ക് റുപ്പിമംഗ് സർവീസിൽ 8848030018 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് ഗോൾ ബേസ്ഡ് ആയിട്ടുള്ള പ്ലാനിങ് നടത്തുന്ന ആളുകൾ ചെയ്യുന്ന രീതിയിൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർ കൃത്യമായിട്ടുള്ള ഗോളുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ ഗോളുകൾ എന്നാണ്, എത്ര രൂപയാണ് ആ ഗോളിന് വേണ്ടത്, ആ ഗോള് അച്ചീവ് ചെയ്യുന്നതിനായിട്ട് ഉള്ള സാധ്യതയുണ്ടോ, ആ ഗോളുകൾ അച്ചീവ് ചെയ്യുന്നതിനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ഇൻസ്ട്രുമെന്റുകളിലാണ് നിക്ഷേപിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആസൂത്രണത്തിന്റെ കുറവാണ് രാജ്മോഹന് പറ്റുന്ന പ്രധാനപ്പെട്ട തെറ്റ് എന്നുള്ളതാണ് ഞാൻ ഒന്നാമതായിട്ട് പറഞ്ഞു കൊടുത്തത്. രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, രാജ്മോഹന് വളരെ ലോ ഈൽഡിങ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകളിലാണ് അവൻ്റെ എക്സ്പോഷർ കൂടുതൽ എന്നുള്ളതാണ്. ലോ ഈൽഡിങ് ഇൻവെസ്റ്റ്മെന്റിലുള്ള എക്സ്പോഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, രാജ്മോഹൻ ഒരു 1970, 80, 90 കാലഘട്ടത്തിലൊക്കെയുള്ള ഒരു തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് രീതിയാണ് ഫോളോ ചെയ്യുന്നത്. എന്താണ്? ബാങ്ക് ഡെപ്പോസിറ്റ്, LIC പോളിസി, സ്ഥലം. ഈ 3 കാര്യത്തിലാണ് രാജ്മോഹന്റെ മെയിൻ ഇൻവെസ്റ്റ്മെന്റ്. രാജ്മോഹൻ പഴയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് ഫോളോ ചെയ്യുന്നത്. അതായത് ബാങ്കിലെ ഫിക്സഡ് ഡെപ്പോസിറ്റ്, LIC പോളിസി, സ്ഥലം, ഇതിലാണ് ഇവന്റെ മെയിൻ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്. അതിന്റെ പ്രശ്നം എന്താ? ബാങ്ക് ഡെപ്പോസിറ്റിനൊക്കെ ഇപ്പോൾ എന്താ ഇൻട്രസ്റ്റ്? 5% മറ്റോ ആണ് ഇൻട്രസ്റ്റ്. അതുപോലെ ഇപ്പോൾ LIC പോളിസിൽ നിന്നൊക്കെ എന്ത് കിട്ടും? ഒരു 3%, 4% ഈൽഡൊക്കെയാണ് കിട്ടുക. സ്ഥലത്തിന്റെ കാര്യം പിന്നെ പറയണോ? പേഴ്സണലി ഞാനൊക്കെ 2013-14 വാങ്ങിയിട്ടുള്ള സ്ഥലമൊക്കെ അതേ വിലയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞ ഒരു ആൾക്കാരില്ല. ആകെ പെട്ടു നിൽക്കുകയാണ് ചില കാര്യങ്ങൾ. പക്ഷെ എൻ്റെ എക്സ്പോഷർ അത്ര ഇല്ല എന്നുള്ളതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി ബോധർ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ രാജ്മോഹന്റെ പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെന്റുകളെല്ലാം തന്നെ LIC പോളിസിയിലും ഫിക്സഡ് ഡെപ്പോസിറ്റിലും ഈ സ്ഥലത്തിലൊക്കെയാണ്. അതേസമയം തന്നെ ഡുണ്ടുമോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഡുണ്ടുമോള് ഓരോ ആവശ്യത്തിനനുസരിച്ചാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ലോങ് ടേമിലുള്ള കാര്യങ്ങളെല്ലാം സ്റ്റോക്കുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ, ആ ഒരു റേഞ്ചിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അടുത്തുള്ള കാര്യങ്ങളൊക്കെ ബോണ്ടുകൾ, കടപ്പത്രങ്ങൾ, ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ, കുറച്ച് വാർഷൻ, അങ്ങനെയൊക്കെ പറഞ്ഞ് കൃത്യമായിട്ടുള്ള ഒരു രീതിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ലോ ഈൽഡിങ് ഇൻവെസ്റ്റ്മെന്റുകൾ വെച്ച് പണക്കാരനാവാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ കാലത്ത് നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഞാൻ രാജ്മോഹന് രണ്ടാമതായിട്ട് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ രാജ്മോഹൻ ചോദിച്ചു, ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ മാറ്റി മറിക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, രാജ്മോഹനോട് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, രാജ്മോഹന്റെ ആവശ്യങ്ങൾ ആദ്യം തന്നെ കണ്ടുപിടിക്കുക. ആവശ്യങ്ങൾ എന്നാണ്, എത്ര രൂപയ്ക്കാണ്, എന്തുമാത്രം റിസ്ക് എടുക്കാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം അതിൻ്റേതായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അത് കൃത്യമായിട്ടുള്ള ഒരു അലോക്കേഷനോടുകൂടി, അസറ്റ് അലോക്കേഷൻ എന്ന് പറയും, അസറ്റ് അലോക്കേഷനോടുകൂടി ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. അതിൽ എന്തുണ്ടാവാം? ബോണ്ടുകൾ ഉണ്ടാവാം, കടപ്പത്രങ്ങൾ ഉണ്ടാവാം, ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ഉണ്ടാവാം,
റിയൽ എസ്റ്റേറ്റ് ചിലപ്പോൾ ഉണ്ടാവാം, ഗോൾഡ് ഉണ്ടാവാം, സ്റ്റോക്കുകൾ ഉണ്ടാവാം, മ്യൂച്വൽ ഫണ്ടുകൾ ഉണ്ടാവാം, ഇതെല്ലാം ഉണ്ടാവാം. പക്ഷേ അതിന് അതിൻ്റേതായിട്ടുള്ളൊരു ഒരു പ്രൊപ്പോർഷൻ ഉണ്ടായിരിക്കും. അതിനാണ് ഈ അസറ്റ് അലൊക്കേഷൻ എന്ന് പറയുക. അപ്പം നമ്മൾ എല്ലാ ഗോളുകളും ഒരേ രീതിയിലല്ല പ്ലാൻ ചെയ്യേണ്ടത്. നമ്മൾ ആ ഗോള് എത്ര കാലം അകലെയാണ്, ആ ഗോളിന് എന്തുമാത്രം പൈസ വേണം, ആ ഗോൾ എന്തുമാത്രം അത്യാവശ്യമാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി വേണം നമ്മൾ ഗോളുകൾ പ്ലാൻ ചെയ്യാനും അതിനനുസരിച്ച് ഉള്ള ഇൻവെസ്റ്റ്മെന്റുകൾ ഡിസൈഡ് ചെയ്യാനും. ഇതുകൂടാതെ ഞാനൊരു 10 മന്ത്രങ്ങളും കൂടെ അങ്ങനെ പറഞ്ഞു കൊടുത്തു. ഒന്ന്, ഡൈവേഴ്സിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാം. 2, സിസ്റ്റമാറ്റിക് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഡൈവേഴ്സിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈസ കിട്ടുന്നതിനനുസരിച്ച് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. മറ്റൊന്ന്, വലിയ എക്സ്പോഷർ ഒരെണ്ണത്തിൽ എടുക്കാതിരിക്കുക, ഏറ്റവും കൂടുതൽ എമൗണ്ട് ഒരെണ്ണത്തിൽ എടുക്കാതിരിക്കുക. പിന്നെ എപ്പോഴും ഒരു പോർട്ട്ഫോളിയോ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഒരു പ്രത്യേക കാര്യത്തിന് ഒരു സെറ്റ് കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ചിട്ടികളൊക്കെ പരമാവധി ഒഴിവാക്കുക. ചിട്ടികൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് സേവിങ്സ് ഓപ്ഷൻ ഒന്നും അല്ല. ചിട്ടികൾ ലോൺ എടുക്കുന്നതിന് പകരം വേണ്ടുന്നത് ചിട്ടികൾ എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. മറ്റൊന്ന്, ഇൻഷുറൻസിനെ ഒരു നിക്ഷേപമായിട്ട് കൺസിഡർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. പിന്നെ പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങൾ സേഫ്റ്റി ആണ് എന്ന് കരുതി നിങ്ങൾ പോസ്റ്റ് ഓഫീസിൽ കുറെ പൈസ കൊണ്ടിടുന്നത് ബുദ്ധിപരമല്ല എന്നും പറഞ്ഞു കൊടുത്തു. മറ്റൊരു കാര്യം പറഞ്ഞു കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ NCDകളും ബോണ്ടുകളും കോർപ്പറേറ്റ് ബോണ്ടുകളും ഒക്കെ വളരെ വലിയ റിട്ടേൺ തരുന്നു എന്ന് കണ്ട് കണ്ണടച്ച് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലെ NCDയിലോ ബോണ്ടിലോ കൊണ്ട് ഇടുന്നത് പൈസ പോയി അവരുടെ പിന്നാലെ നടക്കേണ്ട ഗതികേടിലേക്ക് വന്നേക്കാം എന്നുള്ളതും പറഞ്ഞു കൊടുത്തു. എപ്പോഴും റിസ്ക് കൂടെ മനസ്സിലാക്കി നിക്ഷേപിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. റിട്ടേൺ മാത്രം നോക്കിക്കൊണ്ട് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ പണി കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അവസാനമായിട്ട് പറഞ്ഞു കൊടുത്തൊരു കാര്യം. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഒരു ഡയറക്ഷൻ, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ നമുക്ക് തരാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് 8848030018 എന്ന് പറഞ്ഞിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഈ വീഡിയോ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്താൽ അവർക്കും കൂടെ ഉപകാരം ആയേക്കാം. വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്.